അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു സങ്കടകരമായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വളരെയധികം സങ്കടമുണ്ടാക്കുന്നൊരു വാർത്ത. നമുക്കറിയാം, ഇപ്പോഴത്തെ സൗദി ഭരണാധികാരിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയിലുടനീളം ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റുമായി രംഗത്ത് വരികയാണ്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് സൗദിയിലുടനീളം ഒരുപാട് പ്രോജക്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു വെസ്റ്റേൺ ആയിട്ടുള്ളൊരു മോഡേൺ കൾച്ചറിലേക്കാണ്, അത്തരം രീതിയിലേക്കാണ് സൗദി അറേബ്യയിലെ ഭരണാധികാരി അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മുഹമ്മദ് ബിൻ സൽമാൻ അധികാരത്തിലേറിയതിനു ശേഷം ലോക മുസ്ലിമീങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സങ്കടകരമായ വാർത്തകളാണ്. അള്ളാഹുവിൻ്റെ പരിഭാവനമായ പരിശുദ്ധ കാബ സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ പരിഭാവനമായ പുണ്യഭൂമിയിൽ പലതരത്തിലുള്ള ഡാൻസ് പ്രോഗ്രാമുകളും ഫാഷൻ ഷോകളും അങ്ങനെ അടക്കം ഇസ്ലാമിൽ വളരെയധികം നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ പല പ്രവർത്തനങ്ങളും അവിടെ ചെയ്തു വരികയാണ്. എന്നാൽ ഇപ്പോഴിതാ അള്ളാഹുവിൻ്റെ പരിഭാവനമായ പരിശുദ്ധ കാബ സ്ഥിതി ചെയ്യുന്ന മക്കയിലും ഇപ്പോൾ സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. നോക്കൂ, ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്താക്കുറിപ്പുകളും ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ചില ആളുകളുണ്ട്, അവർക്ക് എത്ര പറഞ്ഞാലും അവരുടെ തലയിൽ കയറില്ല. നമ്മൾ എത്ര തന്നെ തെളിവടക്കം അവർക്ക് കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കുകയില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ആദ്യം കാണിക്കാം. راح تقوم في مكة المكرمة قريب جامعة أم القرى، وانت متجه على الهدى طريق الكر. راح يكون هنا جميع الفعاليات أو البوليفارد العالمي في مكة المكرمة راح يقوم في هذا المكان. كما تشاهدون المشاريع أكثر من 75 شركة عالمية تقوم في هذا المشروع. أخوكم المتحدث عباد المطرفي من منطقة مكة المكرمة بالتحديد. ഏതായാലും വീഡിയോ കണ്ടല്ലോ. ഇതിൽ അറബി അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം ഇപ്പോഴേ മനസ്സിലായി കാണും. ഇനി അറബി അറിയാത്തവർക്കായി താഴെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ആ ട്രാൻസ്ലേറ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. അദ്ദേഹം പറയുന്നത്, മക്കയിൽ പുതിയൊരു സിനിമാ തിയേറ്റർ ഓപ്പൺ ചെയ്യാനുള്ള പ്രോജക്റ്റ് ആരംഭിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ദി ന്യൂ അറബ് എന്ന് പറയുന്ന ഒരു അറേബ്യൻ മാധ്യമം പുറത്തുവിടുകയുണ്ടായി. അതിനകത്ത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലമായ വിശുദ്ധ കാബയിൽ പുതിയ സിനിമാ പദ്ധതി ആരംഭിക്കുന്നത് വിവാദത്തിന് തിരികൊളുത്തുകയാണ്. സൗദി സർക്കാരിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ, അതായത് PIF അനുബന്ധ സ്ഥാപനമായ സൗദി എൻ്റർടൈൻമെൻറ്റ് വെഞ്ചേഴ്സ് ആണ് ഈ പദ്ധതി വികസിപ്പിക്കുന്നത്. സ്മാർട്ട് മക്ക സംരംഭത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് സിനിമ. പൊതുവിവരമനുസരിച്ച് നഗരത്തിൻ്റെ മതപരമായ പ്രാധാന്യം പാലിച്ചുകൊണ്ട് ആധുനിക വിനോദ സൗകര്യങ്ങൾ സംയോജിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 2023 രാജ്യത്തുടനീളമുള്ള വിവിധ വിനോദ പദ്ധതികൾക്കായി സൗദി എൻ്റർടൈൻമെൻറ്റ് വെഞ്ചേഴ്സ് $2.5 ബില്യൺ കരാറുകൾ നൽകി. 1.3 ബില്യൺ സൗദി റിയാൽ, അതായത് $347 മില്യൺ വിലമതിക്കുന്ന മക്ക സിനിമാ പദ്ധതി നിർമ്മിക്കുന്നത് പ്രാദേശിക സ്ഥാപനമായ മോഡേൺ ബിൽഡിംഗ് ലീഡേഴ്സ്, അതായത് MBL ആണ്. പരിശുദ്ധ കാബ പള്ളി സമുച്ചയത്തിന് പുറത്ത് ഉമ്മുൽ ഖുറ സർവകലാശാലയ്ക്ക് സമീപമുള്ള അൽ അബ്ദിയ ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 80,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഈ പദ്ധതി. സൗദി അറേബ്യയിലെ സിനിമാശാലകളുടെ നിർമ്മാണം ഒരു പ്രധാന സാംസ്കാരിക മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. രാജ്യത്ത് നിലനിന്നിരുന്ന യാഥാസ്ഥിക സാമൂഹിക മാനദണ്ഡങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് 40 വർഷമായി രാജ്യത്ത് സിനിമാശാലകൾ നിരോധിച്ചിരുന്നു. പിന്നീട് അതിനുശേഷം ഇപ്പോഴത്തെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ 2030 സംരംഭത്തിന്റെ ഭാഗമായി 2018 ആ നിരോധനം പിൻവലിക്കുകയാണ്. അതായത് സിനിമാ തിയേറ്ററുകളുടെ നിരോധനം പിൻവലിച്ചുകൊണ്ട് സിനിമാ തിയേറ്ററുകൾ തുറന്നുവെക്കുന്നു. നിരോധനം നീക്കിയതിനു ശേഷം സൗദി അറേബ്യ അതിന്റെ സിനിമാ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം വികസിപ്പിച്ച് രാജ്യത്തുടനീളം നിരവധി തിയേറ്ററുകൾ തുറന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നോക്ക്, 2024 സൗദി അറേബ്യ ആദ്യത്തെ നീന്തൽ വസ്ത്ര ഫാഷൻ ഷോ നടത്തുകയുണ്ടായി. മാത്രമല്ല, അവിടുത്തെ ഭരണകൂടം വലിയൊരു മ്യൂസിക് ഫെസ്റ്റിവൽ, വലിയൊരു ആഘോഷം സൗദി അറേബ്യ നടത്തുകയുണ്ടായി. അതോടൊപ്പം മദീനയിൽ സിനിമാ തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തു. പബ്ലിക്കായിക്കൊണ്ട്
ഡാൻസുകളും പാട്ടുകളും അങ്ങനെ അടങ്ങുന്ന പല പരിപാടികളും വെസ്റ്റേൺ കൾച്ചർ പോലെയുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വളരെയധികം കർശനമായിക്കൊണ്ട് എല്ലാം ഹറാമാണെന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് അവിടെയുള്ള ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെച്ച ഒരു പ്രവചനമുണ്ട്. അനർഹൻ്റെ കയ്യിൽ അധികാരം എത്തിയാൽ നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന്. അക്ഷരാർത്ഥത്തിൽ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർഹതയില്ലാത്തവൻ്റെ കയ്യിൽ അധികാരം എത്തിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവന് യാതൊരുവിധ ബോധവും ഉണ്ടാകില്ല. അതുതന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാനും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാം, സിനിമയും മദ്യപാനവും മ്യൂസിക് അടക്കമുള്ള പല കാര്യങ്ങളും ഇസ്ലാം ഹറാമാക്കിയത് അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ചില ആളുകൾക്ക് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല. നോക്ക്, സിനിമ കണ്ടുകൊണ്ട് എത്രയെത്ര ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴികേടിലായിട്ടുണ്ട്. സിനിമയുടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ദൃശ്യം മോഡൽ കൊലപാതകം അതിന് ഒരു ഉദാഹരണം മാത്രമാണ്. സിനിമയിലുള്ള സൂപ്പർ സ്റ്റാറുകൾ ലഹരി മരുന്നൊക്കെ അടിച്ച് ഒരാളെ കൊലപ്പെടുത്തുമ്പോൾ അത് പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് തനിക്കും അങ്ങനെ ചെയ്യണമെന്നുള്ള ചിന്തകൾ ഉണ്ടാവുകയാണ്. എന്തു സന്ദേശമാണ് ഇത്തരം സിനിമകളിലൂടെ വളർന്നുവരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത്? നോക്കി, ഇത്തരത്തിൽ പലിശയും മദ്യപാനവും അടക്കമുള്ള പല അനാചാരങ്ങളും നടന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നത്. അതെല്ലാം തെറ്റാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവരെ നന്മയുടെ നേരായ പാതയിലേക്ക് കൊണ്ടുവന്നു. അത്തരം അനാചാരങ്ങളെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം ഇല്ലാതാക്കി മാറ്റിയത്. എന്നാൽ ഇപ്പോഴിതാ പുതിയ കിരീടാവകാശി അത്തരം അനാചാരങ്ങളെ വീണ്ടും അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയെ സംഗീതം, അനാചാരങ്ങൾ, പാപങ്ങളുടെ മഹത്വവൽക്കരണം എന്നിവയിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ജീവിതം മുഴുവൻ സമർപ്പിച്ചിരുന്നു. ഉഹുദിൽ ഗുരുതരമായ പരിക്കുകളോടെ ഒരുപാട് യാതനകളും പ്രയാസങ്ങളും അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം പടച്ചിറപ്പിൽ അർപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളി ത്യാഗവും ആ പുണ്യമാക്കപ്പെട്ട നാടിനെ ഷിർക്കിൽ നിന്നും ശൈത്താനിക പ്രവൃത്തികളിൽ നിന്നും സംരക്ഷിക്കാനായി അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം ചിലവഴിക്കുകയായിരുന്നു. ഇതൊരു നവീകരണ പ്രവർത്തനമായിരിക്കാം. പക്ഷെ അത്തരം നവീകരണങ്ങൾ ആ പരിഭാവനമായ പുണ്യഭൂമിയുടെ വിശുദ്ധിയുടെ മാന്യതയെ തകർക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.